വെള്ളവും രണ്ട് വിപരീത ഊർജങ്ങളാണ്. വിപരീത ഊർജങ്ങളായതുകൊണ്ട് തന്നെ ഇവയുടെ ഒരുമിച്ചുള്ള നിലനിൽപ്പ് അസാധ്യമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരിടത്ത് തീ കത്തുക എന്നതോ അസാധ്യമാണ്. എന്നാൽ ന്യൂയോർക്കിലെ ചെസ്നട്ട് ഉദ്യാനത്തിലെ വെള്ളച്ചാട്ടം തീർത്തും വിപരീതമാണ്. ലോക ജനതയെ മുഴുവൻ ഞെട്ടിച്ച വെള്ളച്ചാട്ടമാണ് ചെസ്നട്ട് ഉദ്യാനത്തിലെ എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾസ്. പേരിൻ്റെ വലിപ്പം ഈ വെള്ളച്ചാട്ടത്തിനില്ല. ഈ കുഞ്ഞൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടിത്തട്ടിൽ ഒരു തീജ്വാലയുണ്ട്. യാതൊരു തരത്തിലുമുള്ള മനുഷ്യ ഇടപെടലുകൾ ഇല്ലാതെ കത്തുന്നു ഈ വെള്ളച്ചാട്ടത്തിലെ തീജ്വാല. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറയിലൂടെ പ്രകൃതിവാതകം ഒഴുകുന്നതിൻ്റെ ഫലമായാണ് വെള്ളച്ചാട്ടത്തിൽ തീ കത്തുന്നത്. തീജ്വാല സാധാരണഗതിയിൽ ചെറുതാണെങ്കിലും പുറത്തു പോകുന്ന വാതകത്തിന്റെ അളവിനെ ആശ്രയിച്ച് വലുപ്പത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. സമാനതകളില്ലാത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി ഒട്ടേറെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീനാളം കെടാതെ തുടരുന്നതുവരെ ലോകത്ത് സ്ഥിരതയുണ്ടാകുമെന്നും തീനാളം കെടുന്നതോടെ ലോകാവസാനമാണ് എന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ട്. പാറക്കെട്ടിൽ നിന്നും പുറത്തു വരുന്ന പ്രകൃതിവാതകത്തിന്റെ കൃത്യമായ ഉറവിടം പൂർണ്ണമായി കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഇത്തരം പ്രതിഭാസങ്ങൾ താരതമ്യേന അപൂർവമാണ്. ജലസ്രോതസ്സിനോട് ചേർന്ന് പ്രകൃതിവാതകം ഒഴുകുന്ന ഭൂമിയിൽ വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് അതിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കുമ്പോഴാണ് തീജ്വാല കൂടുതൽ ദൃശ്യമാകുന്നത്. ഫോസിൽ ഇന്ധനമായി കണക്കാക്കപ്പെടുന്ന മീഥെയ്നാണ് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾസിലെ തീജ്വാലയുടെ പ്രധാന കാരണം. പാറയിലെ ചെറിയ വിള്ളലുകളിലൂടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന മീഥെയ്ൻ വാതകം പലപ്പോഴും വായുവിലെ ഓക്സിജനുമായി കലരുകയും തീപ്പൊരിയായി കത്തുകയും ചെയ്യുന്നു. എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾ എന്നാണ് പേരെങ്കിലും ഇവിടെ കത്തുന്ന തീ നിത്യജ്വാലയല്ല. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് തീ അണയാറുണ്ട്. കാട്ടിലെത്തുന്ന സഞ്ചാരികളാകും തീ കത്തിക്കുന്നത്. എന്തൊക്കെ ആയാലും വെള്ളച്ചാട്ടത്തിലെ തീ തീർത്തും വിസ്മയം തന്നെയാണ് എന്നതിൽ സംശയമില്ല.